ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാ സ്പേസ്. പോർച്ചുഗൽ 1 കോങ്ങോ 1. പോർച്ചുഗൽ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടും ഒരു ഹാപ്പി നോട്ടിൽ ഫിനിഷ് ചെയ്യാൻ പറ്റാതിരുന്ന മാച്ച്. യുവൻ വിസ വേൾഡ് കപ്പിൽ കോങ്ങോയ്ക്ക് വേണ്ടി ആദ്യത്തെ ഗോൾ അടിച്ചുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിന്റ് നേടിക്കൊടുത്ത മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ പോർച്ചുഗൽ കുഡ് നോട്ട് ഹാവ് ആസ്ക്ഡ് ഫോർ എ ബെറ്റർ സ്റ്റാർട്ട്. അത്രയും നല്ല സ്റ്റാർട്ടാണ് പോർച്ചുഗലിന് കിട്ടുന്നത്. പെഡ്രോനേറ്റോ നൽകിയൊരു ക്രോസിൽ തല വെച്ചുകൊണ്ട് ജാവോ നെവസ് പോർച്ചുഗലിന് ലീഡ് എടുക്കുകയാണ്. 6ാം മിനിറ്റ് തന്നെ അങ്ങനെ പോർച്ചുഗൽ ലീഡിലേക്ക് എത്തുകയാണ്. അപ്പോൾ ജാവോ നെവസിൻ്റെ ഫസ്റ്റ് വേൾഡ് കപ്പ് മാച്ചാണ് പോർച്ചുഗലിന് വേണ്ടിയിട്ട്. ആ മാച്ചിൽ തന്നെ ഗോൾ അടിച്ചുകൊണ്ട് ജാവോ നെവസ് സ്റ്റെപ്പ് ചെയ്യുകയാണ്. കളീൻ്റെ തുടക്കത്തിൽ 15-20 മിനിറ്റോളം കോങ്ങോ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. പോർച്ചുഗൽ രീതിയിൽ പൊസിഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു നല്ല രീതിയിൽ ബോൾ റൊട്ടേറ്റ് ചെയ്ത് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോങ്ങോൻ്റെ ഹാഫ് തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ കളി ഉണ്ടായിരുന്നത്. ഒരു 20-25 മിനിറ്റ് ശേഷമാണ് കോങ്ങോ നല്ല രീതിയിൽ ഒന്ന് സ്റ്റേബിളായി വരുന്നത്. കുറച്ചുകൂടി ഡിഫൻസീവ്ലി സ്റ്റേബിളായി വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൻ്റെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്ക് കോമ്പാക്റ്റ് ആയിട്ട് ലോ ബ്ലോക്കിൽ നിന്ന് ഡിഫെൻഡ് ചെയ്തിട്ട് ട്രാൻസിഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കോങ്ങോ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല രീതിയിൽ തന്നെ കൗണ്ടർ അറ്റാക്ക് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കോങ്ങോ ശ്രമിക്കുന്നതും ഇതേ ടൈമിൽ തന്നെയാണ്. ഫസ്റ്റ് ഹാഫിന് ഇഞ്ചുറി ടൈമിലാണ് ഈ മാച്ചിൽ ഹിസ്റ്റോറിക് മൊമെന്റ് വരുന്നത്. ബോക്സിൽ അൺമാർക്കഡായി നിന്ന് യോൻ വിസയിലേക്ക് എത്തിയ ക്രോസ് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ ഹെഡ് ചെയ്തിട്ട് കോങ്ങോന് അങ്ങനെ ഈക്വലൈസർ ഗോൾ അടിക്കുകയാണ്. ആ ഗോളോടുകൂടി വിസ കോങ്ങോയ്ക്ക് വേണ്ടിയിട്ട് വേൾഡ് കപ്പ് ഹിസ്റ്ററി തന്നെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുകയാണ്. സെക്കൻഡ് ഹാഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോർച്ചുഗലിന് കാര്യമുള്ള ചാൻസുകളൊന്നും കിട്ടുന്നില്ല. കോൺസസാവോ സബ്ബായിട്ട് വന്നതിന് ശേഷം ഒരു നിരവധി ചാൻസ് കിട്ടുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് വീഡിയോയിൽ മുമ്പോട്ട് പോകുമ്പോൾ പറയാം. പക്ഷേ ലാസ്റ്റുള്ള ഒരു 10-30 മിനിറ്റോളം നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിച്ചത് കോങ്ങോ തന്നെയാണ്. ഇനി എല്ലാ പോർച്ചുഗൽ ഫാൻസും കാത്തിരുന്ന ആളുടെ പെർഫോമൻസ് ആണ് അഫ്കോഴ്സ് റൊണാൾഡോന്റെ കാര്യം പറയുകയാണെങ്കിൽ അണ്ണൻ എന്നാലും കംപ്ലീറ്റ്ലി ഷോകായിരുന്നു. അപ്പോൾ കാര്യമായിട്ട് ക്ലിയർ കട്ട് ചാൻസ് ഒന്നും അണ്ണന് കിട്ടുന്നില്ല. അത് നേരത്തെ പറഞ്ഞ കോൺസാവ് വന്നതിന് ശേഷം വന്ന 2-3 ചാൻസുകൾ, അതായത് 2 കട്ട് ബാക്ക് ബോക്സിലേക്ക് കോൺസാവ് ഇടുന്നുണ്ട്. അത് രണ്ടും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ചാൻസ് ബാക്കിൽ ബ്രൂണോ ഉണ്ടായിരുന്നു, അത് ലീവി ആണെങ്കിൽ ബ്രൂണോന് കുറച്ചുകൂടി ക്ലിയർ കട്ട് ചാൻസ് കിട്ടിയായിരുന്നു. പക്ഷെ അത് ജഡ്ജ് ചെയ്യുന്നില്ല, അതങ്ങനെ അതും പുറത്തേക്ക് അടിച്ച് കളയാണ്. അപ്പോൾ അണ്ണന് കാര്യമായിട്ടൊന്നും നല്ല ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ ഓവറോൾ ലിങ്ക് പ്ലേ അല്ലെങ്കിൽ ഓപ്പൺ പ്ലേനെ പറ്റി പറയുകയാണെങ്കിലും അണ്ണന് കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പക്ഷെ ഇന്നലത്തെ കളി ഒരു ഷോക്കായിരുന്നെങ്കിൽ പോലും അണ്ണൻ ഇന്നലത്തെ കളി സ്റ്റാർട്ട് ചെയ്തതോടുകൂടി വേൾഡ് കപ്പിൽ കളിക്കുന്ന ഏറ്റവും ഓൾഡസ്റ്റ് പ്ലെയർ എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ മെസ്സിയും ഒച്ചാവോന്റെ ഒപ്പം 6 വേൾഡ് കപ്പിൽ കളിക്കുന്ന പ്ലെയർ എന്ന റെക്കോർഡും റൊണാൾഡോന്റെ പേരിൽ സ്വന്തമാകാണ്. ഇനി കോങ്ങോ സൈഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ വേൾഡ് കപ്പിലെ ഫസ്റ്റ് എവർ ഡ്രോയും ഫസ്റ്റ് എവർ പോയിന്റും ഫസ്റ്റ് എവർ ഗോളും അടിക്കാൻ വേണ്ടി അവർക്ക് ഇന്നലെ സാധിക്കുകയാണ്. അങ്ങനെ നിരവധി മൈൽ സ്റ്റോൺസ് അവർക്ക് ഇന്നലെ നേടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ കളി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസും തോട്ട്സും കമന്റ് ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, പീസ് ഔട്ട്.